ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് ഇന്ന് പുതുച്ചേരിക്കും തമിഴ്നാടിനുമിടയിൽ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ ജാഗ്രത കർശനമാക്കി. കേരളത്തിൽ നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് ആരോഗ്യവകുപ്പ് റദ്ദാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും സമൂലവുമായ ദിശാമാറ്റം അനിവാര്യമെന്ന് മന്ത്രി ആർ ബിന്ദു. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കുമെന്നും തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാലും യോഗത്തിൽ പങ്കെടുത്തു. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് റദ്ദാക്കി ആരോഗ്യവകുപ്പ്. സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു. ഒരു സ്ഥാപനം റെക്കോർഡുകൾ ഒന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ലാത്തതായും പരിശോധനയിൽ കണ്ടെത്തി. സ്കാനിംഗിന്റെ റെക്കോർഡുകൾ 2 വർഷം സൂക്ഷിക്കണമെന്നാണ് നിയമം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും സമൂലവുമായ ദിശാമാറ്റം അനിവാര്യമെന്ന് മന്ത്രി ആർ ബിന്ദു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ നടത്തിപ്പിനായി ചുമതലപ്പെടുത്തിയ കമ്മിറ്റികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവും ചടങ്ങിൽ സംബന്ധിച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി MP. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുക്കത്ത് UDF പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജയിൽ മോചിതരാകുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാരീരിക മർദ്ദനം, ഭയം, ഉത്കണ്ഠ, ചൂഷണം, മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് ജയിലിനുള്ളിൽ ഇടമുണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ജയിൽ ഉപദേശക സമിതിയുടെ പ്രഥമ യോഗത്തോടനുബന്ധിച്ച് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജയിലുകൾ അന്തേവാസികൾക്ക് സുരക്ഷിതമായ വാസസ്ഥലമായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെഞ്ചൽ ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ പുതുച്ചേരി തീരം തൊടുമെന്ന് കാലാവസ്ഥാ വിഭാഗം. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ ജാഗ്രത കർശനമാക്കി. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, ആരക്കോണം, തിരുവള്ളൂർ തുടങ്ങിയ ഇടങ്ങളിൽ അതിതീവ്ര മഴ തുടരുകയാണ്. റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. ചെന്നൈ ബീച്ചിനും വേളാഞ്ചേരിക്കുമിടയിലുള്ള സബർബൻ സർവീസുകൾ നിർത്തിവെച്ചു. ചെന്നൈ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. മറ്റന്നാൾ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ടെർമിനൽ ശുചീകരണത്തിന് ക്ലീനിംഗ് റോബോട്ടുകളെ നിയോഗിച്ച് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. ഇതാദ്യമായാണ് കേരളത്തിലെ എയർപോർട്ടുകളിൽ ഇത്തരം റോബോട്ടുകളെ ഉപയോഗിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 1 മണിക്കൂറിൽ 10,000 ചതുരശ്ര അടി വരെ ശുചീകരിക്കാൻ ശേഷിയുള്ള 3 റോബോട്ടുകളാണ് ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ശുചിത്വം ഉറപ്പാക്കുക. 360 ഡിഗ്രിയിൽ തടസ്സങ്ങൾ ഒഴിവാക്കി കെട്ടിടത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്താനും സ്ക്രബിംഗ്, ഡ്രൈ മോപ്പിംഗ് എന്നിവ വഴി വൃത്തി ഉറപ്പാക്കാനും SD45 ശ്രേണിയിൽപ്പെട്ട റോബോട്ടുകൾക്ക് കഴിയും. 45 ലിറ്റർ ശുദ്ധജല ടാങ്കും 55 ലിറ്റർ മലിനജല ടാങ്കുമുള്ള ഈ റോബോട്ട് 8 മണിക്കൂർ വരെ പ്രവർത്തിക്കും. ബ്ലൂടൂത്ത്, വൈഫൈ എന്നിവ ഉപയോഗിച്ച സ്മാർട്ട് ഫോണുകളിലൂടെ റോബോട്ടുകളെ നിയന്ത്രിക്കാനാകും. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. തൃശൂർ പോലീസ് ക്ലബ്ബിലായിരുന്നു മൊഴിയെടുപ്പ്. വയനാട് പുനരധിവാസ വിഷയത്തിൽ കിട്ടിയ പണം ചെലവഴിക്കാതെയും പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്താതെയും സംസ്ഥാന സർക്കാർ ചെയ്തത് ഗുരുതരമായ കൃത്യവിലോപമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടക്കത്തിൽ കാണിച്ച ആവേശം സർക്കാർ ഇപ്പോൾ കാട്ടുന്നില്ലെന്നും അദ്ദേഹം കോഴിക്കോട് ആരോപിച്ചു. സെക്രട്ടേറിയറ്റിൽ
ജീവനക്കാരുടെ ഹാജർ ബുക്ക് ഒഴിവാക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ച് പൊതുഭരണ വകുപ്പ് ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം നടപ്പാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. എന്നാൽ പഞ്ചിംഗ് സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ തുടർന്നും ഹാജർ ബുക്കിൽ ഹാജർ രേഖപ്പെടുത്തണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ റീഹാബിലിറ്റേഷൻ ഓങ്കോളജി വിഭാഗത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കൊച്ചി കപ്പൽശാലയുമായി ധാരണ. കപ്പൽശാലയുടെ സാമ്പത്തിക സഹായത്തോടെ ക്യാൻസർ സെന്ററിൽ ലോ ലെവൽ ലേസർ തെറാപ്പിക്ക് തുടക്കം കുറിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കപ്പൽശാലയുടെ CSR പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഈ തുക ഉപയോഗിച്ച് ഈ സാമ്പത്തിക വർഷം തന്നെ റീഹാബിലിറ്റേഷൻ ഓങ്കോളജി വിഭാഗത്തിൽ ലോ ലേസർ തെറാപ്പി അഥവാ ലോ ലെവൽ ലേസർ തെറാപ്പിക്ക് തുടക്കം കുറിക്കും. ലോ ലേസർ തെറാപ്പി എന്നത് ശാരീരിക കലകളുടെ പുനരുജ്ജീവനത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന ചികിത്സാ രീതിയാണ്. ഇത് സാധാരണയായി വേദന കുറയ്ക്കുന്നതിനും പരിക്കുകളുടെ പുനരുജ്ജീവനത്തിനും ഉപയോഗിക്കുന്നു. മുറിവ് ഉണക്കുന്നത് മെച്ചപ്പെടുത്താനും വേദന, വീക്കം എന്നിവ കുറയ്ക്കാനും ലോ ലെവൽ ലേസർ തെറാപ്പിക്ക് കഴിയും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ചെന്നൈയിൻ FC പോരാട്ടം. രാത്രി 7:30 കൊൽക്കത്തയിലെ സാറ്റ് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. മുംബൈ സിറ്റി FCയും ഹൈദരാബാദ് FCയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. അണ്ടർ 19 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരായ ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 43 റൺസിന്റെ തോൽവി. 282 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയ്ക്ക് 47.1 ഓവറിൽ 238 റൺസ് മാത്രമേ നേടാനായുള്ളൂ. തിങ്കളാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ നേരിടും. രാവിലെ 10:30 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകത്ത് ജനങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള അസഹിഷ്ണുത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത, വംശ, സാംസ്കാരിക വ്യത്യാസങ്ങൾക്കപ്പുറം ലോകത്തെ ഓരോ മനുഷ്യരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകിയതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന തെരുവ് നായ ശല്യത്തിന് പ്രായോഗികമായ പരിഹാരം കാണുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. വിഷയത്തിൽ സർക്കാർ തലത്തിൽ ചെയ്യേണ്ട നടപടികൾ കൂടിയാലോചനയിലൂടെ ചെയ്യുമെന്നും തദ്ദേശ സ്ഥാപനവും റെയിൽവേയും നടപടികൾ പൂർത്തീകരിക്കണമെന്നും ജില്ലാ വികസന സമിതി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. 2030 പുതിയ HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ കേരളത്തിന് വളരെ വേഗം സാധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇതിനായി 1-0 എന്ന ക്യാമ്പയിനിലൂടെ പ്രവർത്തനം നടത്തിവരികയാണെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. HIV ബാധിതരായവരിൽ മുഴുവൻ പേരുടെയും രോഗബാധ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് CPIM. കരുനാഗപ്പള്ളി സമ്മേളനത്തിലുണ്ടായത് തെറ്റായ പ്രവണതയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടിയെ നയിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു. ഇടുക്കി പാക്കേജിന്റെ ഭാഗമായി ഫലപ്രദമായ പദ്ധതികൾ തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. 219 പഴശ്ശി ദിനാചരണവും അനുസ്മരണ സമ്മേളനവും വയനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരുടെ ശേഷിപ്പുകൾ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗുണമേന്മയുള്ള സേവനം നിശ്ചിത സമയത്തിനകം നൽകണമെന്നും അല്ലെങ്കിൽ അത് അഴിമതിയാകുമെന്നും മന്ത്രി P. രാജീവ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന വിവരാവകാശ സെമിനാറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കുസാറ്റിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സേവനത്തിന്റെ ഗുണമേന്മ അളക്കുന്നത് നിർവഹണത്തിന്റെ സമയം പരിഗണിച്ചാണെന്നും അതുറപ്പാക്കുന്നതിനാണ് വിവരാവകാശ നിയമമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് ഇന്ന് പുതുച്ചേരിക്കും തമിഴ്നാടിനുമിടയിൽ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ ജാഗ്രത കർശനമാക്കി. കേരളത്തിൽ നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് ആരോഗ്യവകുപ്പ് റദ്ദാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും സമൂലവുമായ ദിശാമാറ്റം അനിവാര്യമെന്ന് മന്ത്രി R. ബിന്ദു.
ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് മുംബൈ സിറ്റി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.